ഇതാ ഓരോരോ അമ്മമാരും കുട്ടികളും ചേട്ടന്മാരും എല്ലാവരും ഇതാ വരിങ്ങനെ നിൽക്കുകയാണ്. എന്തിനാന്നല്ലേ, ഇതാ ഇപ്പം അങ്ങോട്ട് നല്ല ചൂട് ചോറുക്ക് സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്, തൈരുണ്ട്, അവിയലുണ്ട്, പിന്നെ ഒരു അച്ചാറും ഉണ്ട്, പിന്നെ ഒരു കൂട്ടുകറി ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല കുഴപ്പമില്ലാത്ത ഒരു ഭക്ഷണം. വയറ് നിറച്ച് അണ്ട് കഴിച്ചു മക്കളെ. എന്താ ടേസ്റ്റ് അറിയങ്ങൾ. കണ്ടോ, ഇനിയിപ്പോൾ ഉത്സവക്കാലമാണ് അല്ലേ, എല്ലാ അമ്പലങ്ങളിലും ഉച്ചയ്ക്കൊക്കെ നല്ല ഭക്ഷണമാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഏതായാലും ഞാനും കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള താനൂർ ശോഭപ്പറമ്പ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിന് ആ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 5000-ന് മുകളിൽ ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഇനി അതിലേക്ക് എത്ര മുകളിലാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല തിരക്കായിരുന്നു. കിലോമീറ്ററോളം വരി നിന്നിട്ടാണ് പ്രിയപ്പെട്ട ഭക്തജനങ്ങളൊക്കെ അന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഭക്ഷണം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, രാവിലെയും വൈകിട്ടായിട്ട്. പിന്നെ ഒരു ദിവസം ക്ഷേത്രത്തിൽ തന്നെ ഒരു ദിവസം വലിയൊരു രീതിയിലുള്ള അന്നദാനം ഉണ്ടായിരുന്നു. അതും ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ 5000-ൽ പരം ആളുകൾക്കുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ശോഭപ്പറമ്പ് ശ്രീ കുരുമ്പ സേവാ സമിതിയാണ് കേട്ടോ. അപ്പോൾ അവരോടുള്ള ഒരു നന്ദിയൊക്കെ അറിയിക്കുക എല്ലാവരും. അത്രയും ആളുകൾക്കുള്ള ഭക്ഷണമാണ് അവർ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം എല്ലാവരും കഴിച്ചു പോയി എന്നുള്ളത് തന്നെയാണ് അത്രയും സന്തോഷം പകരുന്ന കാര്യം. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, താനൂർ ശോഭപ്പറമ്പ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിൻ്റെ അന്നത്തെ ഊട്ടുപുരയിലെ അന്നദാനത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഏതായാലും താനൂരിലെ ഈ ഒരു കലങ്കരി മഹോത്സവത്തിൻ്റെ ഒരുപാട് വീഡിയോസുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോസും നിങ്ങൾ ഏറ്റെടുത്തതിൽ ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ വരാനുണ്ട് കേട്ടോ.